ഹായ് എവ്രി വൺ. വയറ് നിറച്ച് പൊട്ടുന്ന പോലെ ഫുഡ് കഴിക്കാൻ പോയൊരു വീഡിയോ കണ്ടാലോ? ഇന്ന് എൻ്റെ കൂടെ DJ, അമലേട്ടൻ, ബെറ്റ്സി, പിന്നെ ചേട്ടായിയുണ്ട്. ചേട്ടായി ആക്ച്വലി ഒളിച്ച് കിടക്കുക, വീഡിയോ എടുക്കാൻ മുഖം കാണിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ വന്നേക്കുന്നത് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ്. ചൈനീസ് വിയറ്റ്നാമീസ് എല്ലാം മിക്സാണ്. ഓൾ യു ക്യാൻ ഈറ്റ്. അപ്പം ബഫെ പോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫുഡ്, ക്വാണ്ടിറ്റി ലിമിറ്റൊന്നുമില്ല. എന്തൊക്കെയാണ് അവിടെ ഉള്ളത് അത് മൊത്തം എന്തോരം വേണമെങ്കിലും എടുത്ത് കഴിക്കാം. നമ്മൾ ഈ കഴിക്കുന്ന ദിവസം പുറത്ത് നല്ല അടിപൊളി മഞ്ഞുണ്ടായിരുന്നേ. അവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ കാണിച്ചു തരാം. ആദ്യത്തെ രണ്ടും പൈനാപ്പിൾ ആൻഡ് ബനാന ഫ്രൈ ആയിരുന്നേ, നമ്മുടെ പഴംപൊരിയൊക്കെ പോലെ. പിന്നെ ഇതാ ചിക്കൻ, ഫിഷ്, ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ട്. സ്പ്രിങ് റോൾസ് ഉണ്ട്. ഈ കാണുന്നത് ചിക്കനാണ്. പിന്നെ ഫിഷ് ഏറ്റവും പുറകെ കാണുന്നത് കൂന്തലിൻ്റെ ഫ്രൈ ആണ് കേട്ടോ. അപ്പം ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇവിടെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോസസ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന ചില്ലി പേസ്റ്റിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് മെയിൻ കോഴ്സ് പോലത്തെ ഈ വെജ് ബീൻസ് ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, മഷ്റൂം, ഇങ്ങനെ എല്ലാ ഫുഡും നല്ല ചൂടുണ്ടായിരുന്നു, ടേസ്റ്റി ആയിരുന്നു. ഇങ്ങനെയാണ് അവർ ഫുഡ് അവിടെ വെക്കുന്നത്. അടിയിൽ വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഫുഡ് എപ്പോഴും വാമായിട്ടിരിക്കും. ആക്ച്വലി ഓൾ യു ക്യാൻ ഈറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എപ്പോഴും പ്രോൺസ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും വന്നാലും കഴിക്കുന്നത് പ്രോൺസ് ആണ്. അവിടെ ബേക്ക്ഡ് പൊട്ടറ്റോ ഉണ്ടായിരുന്നു. പിന്നെ 2 ടൈപ്പ് സൂപ്പ് ഉണ്ടായിരുന്നു. ഈ സൂപ്പ് രണ്ടും ആക്ച്വലി എനിക്ക് ഈ റെസ്റ്റോറൻറ്റിൽ ഇഷ്ടപ്പെട്ടില്ല. ചില റെസ്റ്റോറൻറ്റ്സിൽ നല്ല സൂപ്പ് കിട്ടാറുണ്ട്. ഇവിടെ പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഡ് മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതായിരുന്നു കാണാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ട്. ഇത് നോക്കിയേ, സീബ്ര. ആരെങ്കിലും സീബ്രനെയൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് സീബ്രയുടെ മീറ്റ് തന്നെ കാണുന്നത്. പിന്നെ മാൻ ഇറച്ചി ഉണ്ടായിരുന്നു. ഇത് ചിക്കൻ. പിന്നെ ഈ കാണുന്നത് ബീഫ്. ഇതടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, കങ്കാരു. ഇത് ഭയങ്കര ബ്രൗൺ ആയിട്ടുണ്ടായിരുന്നു മീറ്റ് കാണാൻ വേണ്ടി. പിന്നെ ഇത് ലാം, പിന്നെ പുറകിലുള്ളത് ടർക്കി. ഇതൊക്കെ കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കഴിക്കാം. ഞാൻ ഒന്നുപോലും ട്രൈ ചെയ്തില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡ് ഐറ്റംസ് ആണ്. ഇതിൽ കൂന്തലുണ്ട്, കല്ലും കായയുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോൺസ് ഉണ്ട്. എന്ത് വേണമെങ്കിലും കഴിക്കാം. ഞാൻ ഇത് ആക്ച്വലി എടുത്തിട്ട് നമുക്ക് വേണ്ട ഇതുപോലെ ഈ കാണുന്ന സോസിൽ ഏതാ വേണ്ടതെന്ന് പറഞ്ഞ് നമ്മളൊരു കോമ്പിനേഷൻ എടുത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് ഗ്രില്ല് ചെയ്ത് തരും. ഇത് വെജീസ് ഉണ്ട്, ഗ്ലാസ് നൂഡിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് സ്പൈസസും, അതായത് മുളക്, ജിഞ്ചർ അങ്ങനെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇതാണ് ആൾക്കാർ അവിടെ ഗ്രില്ല് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല റഷുള്ള സമയമായിരുന്നു. ഇത് വേറെ ആരോ ഗ്രില്ല് ചെയ്തെടുത്ത സംഭവമാണ്. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ എടുക്കുന്നു മാത്രം. പിന്നെ ഇതാണ് കുറച്ച് സാലഡ് കൗണ്ടർ. സാലഡ് ഡ്രസ്സിങ്സ് ഉണ്ടായിരുന്നു, ഡിഫറെൻറ്റ് സാലഡ്സ് ഉണ്ടായിരുന്നു. ഈ റെഡ് കളറിൽ കാണുന്നത് സീ ഫുഡ് സാലഡാണ്. എപ്പോഴും ഞാനിങ്ങനെ ഓൾ യു ക്യാൻ ഈറ്റിൽ വരുമ്പോൾ സാലഡ് നല്ലപോലെ കഴിക്കാറുണ്ട് കുറച്ച്. ഇതാണ് ആർട്ടിച്ചോക്ക്. ആർട്ടിച്ചോക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ്, ഡെസേർട്ട് ഇവിടെ കുറച്ചുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ലപോലെ ലിച്ചി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് സുഷി. സുഷി എനിക്കിഷ്ടമുള്ള ഒരു ഏരിയയേ അല്ല. ഞാൻ എപ്പോഴൊക്കെ സുഷി കഴിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരെണ്ണം പോലും എടുത്ത് ട്രൈ ചെയ്തില്ല. പക്ഷേ സാൽമൺ ഉള്ളതുകൊണ്ട് സാൽമൺ അവക്കാഡോ കോമ്പിനേഷനുണ്ട്. നേരത്തെ പ്രോൺസിൻ്റെ കണ്ടു. അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഇരിപ്പുണ്ടായിരുന്നു. സുഷി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ആക്ച്വലി അടിപൊളി ഓപ്ഷനാണ്. കാരണം കൗണ്ട്ലെസ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡ് സുഷി ഉണ്ടായിരുന്നു. ഇവിടെ ആ ഒരു പ്ലേറ്റിൽ കാണുന്നത്, ഇപ്പുറത്ത് കാണുന്നത് ഫ്രൈഡ് സുഷിയാണ്. ഞാൻ അതും കഴിച്ചില്ല, പക്ഷേ ഇതൊക്കെ ഉണ്ട്. എൻ്റെ നീസ് പൊന്നൂസ്, അവൾ UK നിന്ന് വരുമ്പം അവളെ ഇവിടെ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ റോൾസ്. ഇത് സീവീഡ് സാലഡ്. പിന്നെ ഈ ഗ്രീൻ സംഭവം വസാബി. വസാബി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഒരു പൊള്ളുന്ന പോലെയാണ് അത് കഴിക്കുമ്പോൾ വായിക്കാത്തത്. യൂഷ്വലി പോകുന്ന ഓൾ യു ക്യാൻ ഈറ്റിനേക്കാളും ഭയങ്കര കുറവായിരുന്നു ഇവിടുത്തെ ഡെസേർട്ട് ഓപ്ഷൻസ്, കേക്ക്സ്, ഡോണറ്റ്സ്. പിന്നെ ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന കേക്കാണ്. എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇത് കഴിക്കാനുള്ള സ്പേസും കാര്യമായിട്ടില്ലായിരുന്നു. ഈ ബട്ടർ കേക്ക്സൊക്കെ എല്ലാം സൂപ്പർ മാർക്കറ്റിൽ തന്നെ കിട്ടുന്ന സാധനം, അല്ലാണ്ട് ഇവർ ബേക്ക് ചെയ്ത് ഉണ്ടാക്കിയ സാധനം വളരെ കുറവായിരുന്നു. ഇത് ക്രാബ് ചിപ്സ്. എനിക്ക് ഈ ക്രാബ് ചിപ്സ് ഇഷ്ടമാണ്. പിന്നെ ഈ കാണുന്ന ഫസ്റ്റ് കേക്ക് ഞാൻ കഴിച്ചില്ല. പിന്നെ ബക്ലാവ ഇരിപ്പുണ്ടായിരുന്നു. ഇതൊരു ടർക്കിഷ് അറബിക് സ്വീറ്റാണ്, കഴിച്ചില്ല. തിരാമിസും ഇത് കഴിച്ചു. പിന്നെ ബ്രൗണി ഉണ്ടായിരുന്നു, ബ്രൗണിയും കഴിച്ചു. സത്യം പറഞ്ഞാൽ നല്ലപോലെ ഫുഡ് കഴിച്ച് വയറിനിറങ്ങി ഡെസേർട്ടൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ഗ്യാപ്പ് എടുത്ത് പിന്നെയും ഞാനും ബെറ്റ്സിയും കൂടെ പോയിട്ട് ഗ്രില്ലൊക്കെ ചെയ്ത് പറ്റുന്നത്ര വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. വയറ് നിറച്ച് കഴിക്കാനാണല്ലോ ബേസിക്കലി ഇവിടെയൊക്കെ പോകുന്നത്. ഇത് ഗ്രേപ്സ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തതാണ്. അതൊരു നമ്മൾ കഴിച്ചപ്പോൾ ബെറ്റ്സിക്ക് പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് അവൾ പിന്നെ ഇവിടെ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി വന്നു. ആക്ച്വലി ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ബനാന ഡിപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് ആ ചോക്ലേറ്റ് ഫൗണ്ടനിലേക്ക് ചാടിപ്പോയി. പിന്നെ അത് കുത്തിയെടുക്കലൊക്കെ കഷ്ടപ്പാടായിരുന്നു. എന്തായാലും 1-2 മണിക്കൂർ അവരുടെ ഇരുന്ന് ഫുഡ് കഴിച്ച് കഥയൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇതാണിപ്പോൾ ബനാന ഇപ്പോൾ വീഴും. അപ്പം ഞാൻ പറഞ്ഞ പോലെ പുറത്ത് അടിപൊളി സ്നോ ഉണ്ടായിരുന്നു. നല്ല ഫണ്ണായിരുന്നു.
പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകളും കൂടെ കാണാം. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് അടി? നല്ലതായിരുന്നു. ഫുഡ് അടിനേക്കാളും അടിപൊളി പാട്ടാണ് ഇത്. ഫുൾ ഓഫ് സ്നോ. പക്ഷെ ഇത്രയും കട്ടി സ്നോയില് ഞാൻ ഇത്തവണ പുറത്തിറങ്ങുന്ന ആദ്യമായിട്ട്. നമുക്ക് മറ്റേ ഡാൻസ് കളിച്ചാലോ? വേണ്ട. I wanted to know you but I'm never കാറിന്റെ അവസ്ഥ കൂടെ കാണും. ഈ വീഡിയോ ജനുവരി 3 എടുത്തതാണ്. ആ സമയത്ത് ഇത്രയും സ്നോയിൽ കാർ സ്റ്റോപ്പ് ചെയ്തിട്ട് ആദ്യമായിട്ടായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി നടന്നത് ആദ്യമായിട്ടായിരുന്നു. അതിന് മുന്നേ സ്നോ ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയും സ്നോയിൽ ഞങ്ങൾ പുറത്തിറങ്ങിയത് ഫസ്റ്റ് ടൈം ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത്രയും സ്നോ ഉള്ള സ്ഥിതിക്ക് ഞാനും DJയും കൂടി ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു റീൽ പിന്നെ വെറുതെ ചുമ്മാ ഷൂട്ട് ചെയ്തു. ഇത് ഞാൻ 2-3 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. എൻ്റെ തലമുടിയിലൊക്കെ ഇത്ര സ്നോ വീണ് കിടപ്പുണ്ടെന്ന് ആക്ച്വലി അന്നേരപ്പോഴാണ് ഞാൻ കണ്ടത്. പിന്നെ DJ ഇങ്ങനെ എൻ്റെ കൂടെ ഞാൻ റീലെടുക്കാൻ ഡാൻസ് കളിക്കാമെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ എനിക്ക് കമ്പനി ആയിരുന്നു കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ബേസിക്കലി അവനത് ചെയ്യുന്നത്. അവന് നല്ല നാണമുണ്ട്. എന്തായാലും ചേട്ടായിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചേട്ടൻ്റെ അടുത്തോട്ട് വന്നു. അവിടെ എത്തിയപ്പോഴാണ് റോഡിലിതാ ഇങ്ങനെ സ്നോ കിടക്കുന്നത്. അമലേട്ടൻ്റെ ഓട്ടം കണ്ടോ? നല്ല രസമില്ലേ? സോ ഞങ്ങൾ കുറേ നേരം സ്നോയിൽ കളിച്ചു. ഇത് ഒരിക്കലും അവസാനം ഇല്ലാത്തൊരു പരിപാടിയാണ്. എപ്പോഴൊക്കെ സ്നോ ഉണ്ടോ, എപ്പോഴൊക്കെ പുറത്തു പോകുന്നുണ്ടോ അപ്പം അറ്റ്ലീസ്റ്റ് 2 പേരുണ്ടെങ്കിൽ ഇങ്ങനെ സ്നോയിൽ കളിക്കാറുണ്ട്. പിന്നെ റോഡൊക്കെ അത്യാവശ്യം ക്ലീനാണ്. ഫ്രഷ്ലി വീണ സ്നോയാണ്, അതുകൊണ്ട് ഒന്നും ഡേർട്ടി ഒന്നുമല്ല. അമലേട്ടന് ആക്ച്വലി നല്ല പേടിയുണ്ടായിരുന്നു. അമലേട്ടൻ ഓടി പോകുന്നുണ്ടായിരുന്നു. ബട്ട് അങ്ങനെ ഞങ്ങൾ സ്നോയിലൊക്കെ കഴിച്ച ഫുഡൊക്കെ അവിടെ തന്നെ ദഹിച്ചു പോയി. അത്രയും തണുപ്പുണ്ടായിരുന്നു. എനിവേസ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ബൈ.